നമസ്കാരം, ഞാൻ ദിവ്യ. ദൈവസ്തുതിയിലെ 4ാമത്തെ കുറലുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വേണ്ടുതൽ വേണ്ടാമൈ ഇലാനടി ചേർന്നവർക്ക് യാണ്ടും ഇടുമ്പൈ ഇല. ഇതാണ് 4ാമത്തെ കുറൽ. മനുഷ്യന്മാരായ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? മനസ്സിന് വിഷമം ഉണ്ടാവും. ആ വിഷമം നമുക്ക് എന്താവും? മനസ്സമാധാനം ഇല്ലാതെയാകും. അപ്പൊ ആ ആഗ്രഹങ്ങളെ എങ്ങനെ കെട്ടുപെടുത്തി നമുക്കുള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കാൻ പറ്റൂ, അവിടെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് തിരുവള്ളുവർ പറഞ്ഞു തരുന്നത് ഈ കുറലിലൂടെ. ഒരുപാട് ആഗ്രഹങ്ങളില്ലാതെ വെറുപ്പില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്നതാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ പാദങ്ങളെ വീഴ്ന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇല്ലാതെയാകുന്നു. ഇത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യമായിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കിയാൽ, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളില്ലാതെ നമുക്ക് അതിഷ്ടം ഇതിഷ്ടം എന്ന് കാണിക്കാതെ, അല്ലെങ്കിൽ അവരെ ഇഷ്ടം ഇവരെ ഇഷ്ടമാണെന്ന് ഒതുക്കാതെ എല്ലാവരെയും തുല്യരായി കണ്ട് മുന്നോട്ട് പോയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇല്ലാതാവുന്നു എന്നാണ് തിരുവള്ളുവർ ഇവിടെ പറയുന്നത്. இந்த குறள் தமிழ்ல எப்படி சொல்றோம்னா, வேணும்னு வேண்டான்னு நினைக்காதவங்க நம்ம கடவுள் தான். அந்த கடவுளோட அடி சேர்த்தவங்களுக்கு வாழ்க்கையில துன்பமே கிடையாது. ഇതാണ് ഈ കുറലിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത കുറലുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.